ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അഭിമാനത്തിന്റെ നാളുകൾ സമ്മാനിച്ചുകൊണ്ട് ഉത്സവാന്തരീക്ഷത്തിൽ ജവഹർ ഭവൻ തുറന്നുകൊടുത്തു. പതിനായിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഏറെ ആവേശം നിറഞ്ഞ അന്തരീക്ഷത്തിൽ ജില്ലാ കോൺഗ്രസ് ആസ്ഥാന മന്ദിരം ജവഹർ ഭവന്റെ ഉദ്ഘാടനവും ലീഡർ കെ കരുണാകരൻ ഫോട്ടോ അനാച്ഛാദനവും KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല നിർവഹിച്ചു. 80 ലക്ഷം രൂപ ചെലവിലാണ് ലീഡർ കെ കരുണാകരൻ സ്മാരക ഹാളടങ്ങുന്ന 3 നില ആസ്ഥാന മന്ദിരം കാസർഗോഡ് വിദ്യാനഗറിൽ പൂർത്തിയാക്കിയത്. നിയമസഭയിൽ വാച്ച് ആൻഡ് വാർഡിനെ MLA മാർ കയ്യേറ്റം ചെയ്ത സംഭവം നീതീകരിക്കാൻ സാധിക്കാത്തതെന്നും TV രാജേഷിനെയും ജെയിംസ് മാത്യുവിനെയും നിയമസഭാ സമ്മേളന കാലയളവിൽ സസ്പെൻഡ് ചെയ്യണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. വാച്ച് ആൻഡ് വാർഡ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കുന്ന സംഭവം ഒരിക്കലും കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടായിട്ടില്ല. അപമാനകരമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉണ്ടായത്. ഈ 2 MLA മാർ കാട്ടിയത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. സസ്പെൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. സസ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ജനാധിപത്യത്തിനോട് ബഹുമാനമുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ അതിന് മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. പാർലമെന്ററി ജനാധിപത്യത്തോട് മര്യാദയുണ്ടെങ്കിൽ വാച്ച് ആൻഡ് വാർഡിനെ കയ്യേറ്റം ചെയ്ത ഈ 2 MLA മാരുടെ പേരിൽ അവരെ നിയമസഭയുടെ ഈ സമ്മേളന സമയത്തേക്കെങ്കിലും സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കാൻ അവർ തയ്യാറാകണം. ഇപ്പോഴും ഭരണത്തിൽ തുടരുന്നത് പോലെയാണ് മാർക്സിസ്റ്റ് പാർട്ടി അസംബ്ലിയിൽ പ്രവർത്തിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തനം അസംബ്ലി കണ്ടാൽ ഇപ്പോഴും അവര് ഈ ഭരണത്തിൽ നിന്ന് മാറിയത് അവർക്ക് ഓർമ്മ വരുന്നില്ല എന്നുള്ള മട്ടിലാണ് പറയുന്നത്. ചിദാനന്ദനും തോമസ് ഐസക്കും ബേബിയുടെയും ഒക്കെ സംസാരം കേട്ടാൽ ഇപ്പോഴും അവരാണ് കേരളം ഭരിക്കുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്. അതിന്റെ ഹാലോ മാറിയിട്ടില്ല. മന്ത്രിമാരാണെന്നുള്ള ധാരണയിലാണ് ഇപ്പോഴും അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടന ചടങ്ങിൽ DCC പ്രസിഡന്റ് K വെളുത്തമ്പു അധ്യക്ഷത വഹിച്ചു. K സുധാകരൻ MP, MK രാഘവൻ MP, ഡോക്ടർ ഖാദർ മാങ്ങാട്, PB അബ്ദുൾ റസാഖ് MLA, അഡ്വക്കേറ്റ് MC ജോസ്, KP കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു.